നിങ്ങൾക്കറിയാമോ 2010 ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്കയുടെ കരിയറിലുണ്ടായ വലിയ വീഴ്ച? ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അന്ന് വരെയുള്ള കരിയറിലുണ്ടായ പരാജയ കാലഘട്ടങ്ങളൊന്നും പോലെ അല്ലെങ്കിൽ പരാജയ സിനിമകൾ പോലെ ഒന്നും ആയിരുന്നില്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു 3-4 വർഷങ്ങളിലോ അല്ലെങ്കിൽ 4-5 വർഷങ്ങളിൽ വരെ സംഭവിച്ചത്. ഒരു പക്ഷേ ആ ഒരു ഡിക്കേഡ് മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 2010 മാറ്റി നിർത്തിയാൽ 2019 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് അദ്ദേഹം നൽകിയത്. തിയേറ്ററിൽ കാര്യമായി വിജയിച്ച അല്ലെങ്കിൽ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് കിട്ടിയ സിനിമകളുടെ എണ്ണവും വളരെ കുറവായിരുന്നു എന്ന് പറയാം. പക്ഷേ 2020 ശേഷം മമ്മൂട്ടി മൊത്തമായിട്ട് മാറി അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നല്ല ഫേസിലേക്ക് എത്തിയെന്നും അദ്ദേഹം ക്വാളിറ്റിയുള്ള സിനിമകൾ നൽകുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും 50 കോടി ക്ലബിലേക്ക് 4 സിനിമകളും ഒക്കെ അദ്ദേഹം 2022 മുതൽ 25 വരെയുള്ള സമയങ്ങളിൽ ചെയ്തു. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 2022 മുതൽ 24 വരെ അദ്ദേഹം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ ഹൗസ് 2012 കാലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേ ഹൗസ് ആയിരുന്നു. പ്ലേ ഹൗസിന്റെ 90% സിനിമകളും തിയേറ്ററിൽ പരാജയപ്പെടുകയും മോശമായ വാറുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മമ്മൂട്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബെൽറ്റിലേക്ക് നോക്കിയാൽ, അദ്ദേഹത്തിന്റെ ഒരു ടീമിലേക്കൊക്കെ നോക്കിയാൽ അദ്ദേഹം മാത്രമാണ് കുറച്ച് ഏജ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും വളരെ യങ്സ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനിയുടെയും മമ്മൂട്ടിയുടെയൊക്കെ സിനിമകളിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് വരുന്നത്. ഏത് സിനിമ എടുത്ത് നോക്കിയാലും അത്രയ്ക്കും ഗംഭീരമായിരിക്കും. അത്രയും യങ്ങാണ് അവിടെയുള്ള ടീം മൊത്തം. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഒരു പ്രോജക്റ്റ് വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർ തീർത്തും ചെയ്യുന്നില്ല. കാരണം മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു മോശം പ്രോജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നുമില്ല. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരു മോശം സിനിമ അധികം സംഭവിച്ചിട്ടില്ല. എല്ലാം ക്വാളിറ്റി സിനിമകളാണ്. അതിൽ ഒരു സിനിമ മാത്രമാണ് മോശമെന്ന് തോന്നിയത്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒഴികെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു മോശം സിനിമ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വളരെ കണ്ണിങ് ആണ്. ഇപ്പൊ മമ്മൂട്ടി ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളുടെയൊക്കെ സംവിധായകരുടെ പേര് പോലും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തരുന്നതാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് തരുന്നതിന് പിറകിൽ മമ്മൂട്ടിയോടൊപ്പമുള്ള യൂത്ത് ടീമിന്റെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ആണെന്ന് പറയും. കാരണം ആരെ ആ സിനിമയിൽ അസോസിയേറ്റ് ചെയ്യണം, അങ്ങനെ വളരെ കണ്ണിങ് ആയിട്ട് ഏറ്റവും നല്ല പ്രോജക്റ്റുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, അതാണ് ഒരു നടനെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഏറ്റവും ഗംഭീരനായി അല്ലെങ്കിൽ ഇപ്പോഴും എന്താ പറയാ വളരെ ക്വാളിറ്റിയുള്ള സിനിമകളുടെ ഭാഗമാക്കി നിർത്തുന്നത്.